നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? യെസ്, നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തി. അതാ നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുക. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. നമ്മൾ അവസാനം എടുക്കാൻ പോവാണ് ഗൈസ്. നമ്മളങ്ങനെ എയർപോർട്ടിനകത്ത് എത്തി. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ പേരെന്തായിരുന്നു, ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടി നിൽക്കുക. നമ്മുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ A1934 നമ്മൾ ഓൺലൈൻ ചെക്കിങ്ങിന് ഇരിക്കുന്നത്. ചെറിയ ഒരു എയർപോർട്ടാണ്. നമ്മളിനി ടെർമിനൽ 1 നമ്മുടെ ഇത് മെട്രോ ആയിരിക്കും പോകേണ്ടത്. നമ്മളങ്ങനെ പോവാണ്. നമ്മളങ്ങനെ ബാഗ് വെക്കുക. ഫൈനലി നമ്മുടെ ബോർഡിംഗ് പാസ് ഇട്ടിരിക്കുകയാണ്. പെട്ടെന്ന് കഴിഞ്ഞ കേട്ടോ അല്ലേ? എന്തായിരുന്നു ഈ ബോർഡിംഗ് പാസ് ഇട്ടുന്ന ഇത് പെട്ടെന്ന് കഴിഞ്ഞു. ഇനി ഇമിഗ്രേഷനിലോട്ടാ. അപ്പോൾ ഇനി അവിടെ ഗേറ്റ് ഏതാ ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഇതാണ് നമ്മൾ പോയിട്ട് ഡിപ്പാർച്ചർ ഗേറ്റ്സ് അല്ല, ലെഫ്റ്റ് പോയിട്ട് നമ്മളങ്ങനെ എന്തോ പാസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് നടക്കുന്നത്? നമ്മൾ ഇമിഗ്രേഷനാണ്. റോളക്സിൻ്റെ ക്ലോക്കാണ്. നമ്മളങ്ങനെ ഇമിഗ്രേഷൻ 30 സെക്കൻഡിനുള്ളിൽ കഴിഞ്ഞല്ലേ? ഈ സെക്യൂരിറ്റി ചെക്കിങ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്കിങ് എന്ന് പറയും. ഇവിടെ വലിയ കാര്യത്തോടെ ഒരാൾ പോവുക. എൻ്റെ അമ്മ, ഇത് ഇച്ചിരി നേരം എടുക്കും. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് കാണാം. നമ്മളങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനി ഗേറ്റിലോട്ട് പോവാം. നമ്മളങ്ങനെ ഗേറ്റിലോട്ടാണ് നടന്നിരിക്കുക. ഇവിടെ കുറേ ചായൻ്റെ പരസ്യങ്ങൾ അതേ ഉള്ളൂ ഇവിടെ. ഇതാണ് നമ്മളിനി ടെർമിനൽ 1 പോവുക. നമ്മുടെ ഗേറ്റ് D8. നമ്മളങ്ങനെ ഇവിടെ ഇരിക്കുക ഈ മെട്രോ വരാൻ. എനിക്ക് നടന്ന് കുഴയും. മെട്രോ വരാൻ കാത്തിരിക്കും. മെട്രോ വന്ന് അവിടെ എഴുതിയിട്ടുണ്ട് 1 മിനിറ്റ് ഒന്ന്. നമ്മൾ കയറാൻ പോവാം മെട്രോയിൽ. നമ്മളങ്ങനെ മെട്രോയിൽ കയറുക. ചെറിയ മെട്രോയാണ്. മെട്രോയിൽ കയറി. അടിപൊളി. അടുത്ത ഫ്ലൈറ്റ്. Please hold on. The train is ready to depart to D gate. Passengers are reminded that അവിടെ B gate ഒക്കെ ഉണ്ട്. അങ്ങനെ ഡിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ കുറേ എമിറേറ്റ്സ് ഫ്ലൈറ്റ് ഉണ്ട്. ഇത് എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ കേന്ദ്രം. ഇവിടെ കുറേ കളർഫുൾ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇപ്പം ഡി ഗേറ്റ് എത്തിയിട്ട് കാണാം. ഇവിടെ നമ്മൾ ഡിയിലെത്തി ഗൈസ്. നമ്മളെത്തി. ഏത് വഴിയാ തുറക്കുന്നത്? ഇത് വഴിയാ. ഓക്കെ, നമ്മളങ്ങനെ ഡി ഗേറ്റിലെത്തിയിട്ടാണ്. ഇനി എന്തുവാ, ഇനി ബോർഡിങ് ആണെന്ന് തോന്നുന്നു. അവിടെയാണ്. ഇവിടെ ഇപ്പോൾ റമദാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. റമദാൻ കഴിഞ്ഞില്ല, കഴിയാൻ പോവാ. നമ്മുടെ ഫ്ലൈറ്റ് 1:45. സമയം 11:15 ആയുള്ളൂ. ഇനി കുറേ സമയമുണ്ട് വെറുതെ ഇരിക്കാം. വീണ്ടും ഒരു എസ്കലേറ്ററിൽ നമ്മളങ്ങനെ ഡിപ്പാർച്ചർ ഗേറ്റ് എന്ന വിദൂരതയിലോട്ട് നടന്നു. അപ്പോൾ ഇവിടെ ദുബായ് ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. ഇതിൻ്റെ അച്ഛൻ ഇവിടെ ഇരിക്കും. നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ കാണിക്കുന്നില്ല. അവിടെ ദുബായ് ഡ്യൂട്ടി ഫ്രീ ആണ്. സാധനങ്ങളൊക്കെ കാണും. നമ്മൾ ചിലപ്പോൾ ഡ്യൂട്ടി ഫ്രീ പോകും, ചിലപ്പോൾ ബോർഡിങ്ങിലായിരിക്കും.
നമ്മളങ്ങനെ ദുബായ് ഡ്യൂട്ടി ഫ്രീ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിയോറൊക്കെ ഉണ്ട്, സാവേജ്. ഇവിടെ മിക്കതും പെർഫ്യൂമും കള്ളും ഒക്കെയാണ്. ഇവിടെ പെർഫ്യൂം, മേക്കപ്പ് ഐറ്റംസ്. എങ്ങോട്ടാ നോക്കുന്നത്? പെർഫ്യൂം ഐറ്റംസ് ആണോ? ബെലൂഗയുടെ നമ്മളങ്ങനെ എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇവിടെ എങ്ങും ഇരിക്കാൻ സ്ഥലമില്ല. D12 നമ്മൾ അങ്ങോട്ടാന്ന് തോന്നുന്നു പോകുന്നത്. ഇവരെങ്ങോട്ടാ വന്നു? ഓക്കെ, നമ്മളെവിടെ ഇരിക്കാൻ പറ്റുമെന്ന് നോക്കുക. അവിടെ മെക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഡ്യൂട്ടി ഫ്രീയിലൂടെ നടന്നുകൊണ്ടിരിക്കുക. സീരീസ് 923 ബ്ലാക്ക് സഫയർ. ഇങ്ങനെ പെർഫ്യൂം ഐറ്റംസ് കുറേ ഉണ്ട്. പിന്നെ അവിടെ ബാഗും അതൊക്കെ, വാച്ച്. പിന്നെ അവിടെ നടക്കാം. ഇലക്ട്രോണിക് ഐറ്റംസ് ആണ്. ഐഫോൺ 16. പിന്നെ ഐമാക് ഒക്കെ ഉണ്ട്, ഐപോഡ്, വാച്ച്, അങ്ങനത്തെ ഐറ്റംസ് ഇവിടെ. നമ്മുടെ ഇത് അറിഞ്ഞു, നമ്മൾ D8 തന്നെയാണ് ഗൈസ്. അപ്പോൾ D8 പോയിക്കൊണ്ടിരിക്കുക. ബോസൊക്കെ ഉണ്ട്. നമ്മുടെ ഗേറ്റ് D8 അല്ലേ? അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ്നെസ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ D8 കാണാം. കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. മാച്ചിക്കുട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മൾ ലെഫ്റ്റിലോട്ടാ പോകണ്ട. നല്ല ഖലീഫയൊക്കെ ഉണ്ട്. സോവിനർ അങ്ങനത്തുള്ള ഐറ്റംസാണ് ഇവിടെ. ബോയിങ് 777 ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ. സോവിനറൊക്കെ ഉണ്ട്. ഹായ്. യാ ഹായ്. ഓക്കെ, നമ്മൾ D8 അമ്മയൊക്കെ എവിടെയാണോ? പോയിക്കോട്ടെ. ഓക്കെ, പ്ലീസ്. ഓക്കെ, താങ്ക് യു. ഇവിടെ കണ്ട ഇങ്ങനത്തെ ഐറ്റംസ്. മസാജ് പുറകോട്ട് നടക്കും. അങ്ങനെ D8 നമ്മുടെ ഫ്ലൈറ്റ് ഒന്നും കാണിക്കില്ല. അപ്പുറത്ത് റിയാദിൻ്റെ ഫ്ലൈറ്റാണ്, സൗദി. അപ്പോൾ ഇവിടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ബോർഡിങ്ങിലാണ്. യെസ്, ഫൈനലി നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറുവാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ ദുബായ്. നമ്മളങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറാണ്. ഡിപ്പാച്ചേഴ്സ് ഫ്ലൈറ്റ് ഉണ്ട്. നമ്മളങ്ങനെ ഫൈനലി പോവാണ്. ബ്രിഡ്ജിലൂടെ പോവാണ്. വലത് കാല് വെച്ച് കയറാം. ഹായ്. ഇത് പ്രീമിയം എക്കണോമിയാണ്. ഫ്ലൈറ്റിൽ കയറി. എന്നെ 25 ചെയ്യാൻ ഞാൻ അടുക്കായിരിക്കുന്ന. ഇതാണ് ഇപ്പം നമ്മളെ ഫ്ലൈറ്റ് ഏരിയ.
നേരെ കുതിര വഴി പോവുക. നമ്മുടെ ഫുഡ് എത്തി. ഇതാണ് നമ്മുടെ ഫുഡ്. ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് വെൽക്കം ടു തന്ന പെപ്സി, പിന്നെ ഒരു ക്രഞ്ചി നമ്മ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. ഒരു പാലം കറി, വെജാണ്. പിന്നെ ഡെസേർട്ട്, പാസ്ത, ബണ്ണ്, ബട്ടർ, ഇത്രയേ ഉള്ളല്ലേ? പിന്നെ നമ്മൾ ഇവിടെ നോക്കിയാൽ അറേബിക്സ് കാണാം. അറേബിക്സ് ഇങ്ങനെ ചായ के बाद अपने चेक इन बैगेज में रखें। अंतर्राष्ट्रीय उड़ानों से आगे यात्रा कर रहे अतिथि जिनका सामान നമ്മളങ്ങനെ ലാൻഡ് ചെയ്യാൻ പ്രഷർ വേരിയേഷൻ. ഇവിടെ ഭയങ്കര പ്രഷർ വേരിയേഷൻ ഒക്കെയാണ്. ഇവിടെ ഭയങ്കര മഞ്ഞാണ്. അത് കാരണം ഇരുട്ടാണ്. നമുക്ക് താഴെ കാണാം. ലാൻഡ് ചെയ്യാം. ഇപ്പോൾ സമയം കഴിഞ്ഞ് ഇത് ദുബായിലെ ടൈമാണ്. ഇപ്പോൾ ഒരു 6:45 ആയിക്കാണ്. ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുകയാണ്. കണ്ട ലാൻഡ് ചെയ്യാൻ പോകും. നമ്മളങ്ങനെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. അല്ലേ? കാണുന്നില്ല. അങ്ങനെ എത്തിയിരിക്കുകയാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മളിനി നമ്മൾ ബാക്ക് ചെക്കിങ്ങിന് പോവുകയാണ്. നമ്മളിവിടെ ഇറങ്ങുക. ഇതാണ് പ്രീമിയം എക്കോണമി. ഇല്ലേ? താങ്ക് യു. നമ്മളങ്ങനെ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ചൂട് അത്യാവശ്യത്തിനുണ്ട്. അത്യാവശ്യം നമ്മളങ്ങനെ ഇറങ്ങുവാണ്. അങ്ങനെ ബസ്സിലെത്തിയിരിക്കുകയാണ്. അത് എക്സൈറ്റഡ്. നമ്മൾ ബാക്ക് ചെക്കിങ്ങിന് പോവാണ്. ബാക്ക് ചെക്കിങ്ങിന് കാണാം. അങ്ങനെ എയർപോർട്ടിലെത്തി ഗൈസ്. അത്രയേ ഉള്ളൂ.